ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ പൈപ്പിൽ തീരെ വെള്ളമില്ലാട്ടോ. ഞാൻ പിന്നെ വെള്ളം അങ്ങനെ ഊറ്റി എടുത്തിട്ട് അങ്ങനെ അതൊരു പാത്രം അങ്ങനെ വെച്ചിരിക്കുക പൈപ്പിൻ്റെ ഒട്ടിലിട്ടോ. ഇനിയിപ്പോൾ വെള്ളം അടിക്കുമ്പോഴത്തേന് എന്തായാലും കുറച്ച് സമയമാവും. ഇന്ന് രാവിലെ മുതൽ ഇന്ന് 5 മണിയൊക്കെയാണ് അമ്മ എണീറ്റിരിക്കണം കേട്ടോ. ആ സമയത്ത് തന്നെ നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ പറഞ്ഞാൽ പിടുത്തം വിട്ട മഴയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മഴ കാരണം ഒന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ ഇതാ അമ്മ പൂവെള്ളമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വന്നിട്ടുണ്ടേ. പൂ പറിക്കാൻ പോവാനോ അല്ലെങ്കിൽ മുറ്റടിക്കാനോ ഒന്നിനും ചാണകം മെഴുകാനൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ എണീറ്റ് വന്നു. നേരെ ഇതാ അടുക്കളയിൽ കയറിയിട്ട് ഇതാ വെള്ളം ഇങ്ങനെ കുറേശ്ശെ പിടിച്ച് വെക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പാത്രം കഴുകാനൊക്കെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ടാങ്കിൽ വെള്ളമുണ്ട്, പിന്നെ അതിലിങ്ങനെ എടുത്ത് കൊണ്ടുവരണം. പൈപ്പിൽ വെള്ളമല്ല, പൈപ്പിൽ വെള്ളം അടിക്കണമെങ്കിൽ ഇനി കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ, കിണറ്റിൻ്റെ അവിടേക്ക്. അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും ഇനി എന്തായാലും പോവാനൊക്കെ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളുള്ള വെള്ളത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെ റെഡിയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഉതിരിപ്പുട്ടാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനായിരിക്കുള്ള പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പിന്നെ വന്നിട്ട് പെട്ടെന്ന് തേങ്ങയൊക്കെ പൊളിച്ച് വേഗം തേങ്ങ ചിരവി തന്നു കേട്ടോ. ഞാനെന്തായാലും അപ്പോഴത്തേന് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് തീ പിടിപ്പിച്ചിട്ട് ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ പിന്നെ ഞാൻ കറണ്ട് അടുപ്പിലാണ് ഇന്ന് വെച്ചത് കേട്ടോ. അങ്ങനെ ചായയൊക്കെ വെച്ച് ഇറക്കി തേങ്ങയൊക്കെ ചിരവി തന്നു അമ്മ. അപ്പം ഞാൻ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കടയിൽ നിന്ന് മേടിക്കുന്ന പൊടി ആയതുകൊണ്ടേ നമ്മൾ നനച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേന് വീണ്ടും അത് വെരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ തേങ്ങ ഇടുന്ന സമയത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തേ. അങ്ങനെ കുഴച്ചൊക്കെ എടുത്ത് ഇതാ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ ആവി കയറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ വെള്ളമൊക്കെ തിളച്ച് വന്ന സമയത്ത് ഞാനതെന്തായാലും അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഉള്ള വെള്ളത്തിലൊക്കെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകുക. ചെറിയ പാത്രങ്ങളൊക്കെ അല്ലേ, അപ്പം തന്നെ തേങ്ങ ചിരവി വെച്ച പാത്രങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോഴപ്പോഴേ അതങ്ങനെ ഒലമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും പണി എളുപ്പമായി കിട്ടുമല്ലോ. അപ്പം ഇനി ധനി ബേബി എണീക്കുമ്പോഴത്തേന് എന്തായാലും നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കണം. ഇനി ചോറടുപ്പത്തിടണം. അപ്പം അങ്ങനെ ഇതാ അമ്മ ഇതാ പൂവൊക്കെ ഇടൽ കഴിഞ്ഞു. അമ്മ ഇനി ഇതാ കുളിക്കാൻ പോവുക കേട്ടോ. രാവിലെ അമ്മ എണീച്ചിട്ട് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ. കുളിക്കാൻ പോവാനതിന് ഈ പുറത്തു കൂടെ തന്നെ പോകണ്ടേന്ന് വിചാരിച്ചിട്ട് അമ്മേ മഴയത്ത് പോകണ്ടേ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ നിന്നു കേട്ടോ. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് പൂവിടലൊക്കെ കഴിഞ്ഞിട്ട് അമ്മ വന്നിട്ട് തേങ്ങ പൊളിച്ച് തന്നത് കേട്ടോ. അപ്പം അങ്ങനെ അമ്മ കുളിക്കാൻ പോണ സമയത്താണ് കേട്ടോ പനിനീർ പൂവ്, അതായത് നമ്മുടെ റോസാപ്പൂവ് അങ്ങനെ മഴയത്ത് വെള്ളമൊക്കെ ആയപ്പോഴേ അങ്ങനെ ചെരിഞ്ഞ് ചാഞ്ഞ് കിടക്കുന്നു കേട്ടോ. അപ്പോൾ അതൊരു തോട്ടിക്കമ്പോണ്ടൊക്കെ കുത്തഞ്ചാരിയൊക്കെ വെച്ചിട്ട് അമ്മ അതാ കുളിക്കാൻ പോയേ. ആ സമയം കൊണ്ട് ഞാൻ എന്തായാലും പുട്ടടുപ്പത്ത് വെച്ചതല്ലേ, അത് ആവി കയറുമ്പോഴത്തേന് ഞാൻ പല്ലി തേക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. അങ്ങനെ പല്ലി തേക്കാൻ ഇറങ്ങിയപ്പോൾ നോക്കുമ്പോൾ തോട്ടിലുണ്ട് കേട്ടോ ഒരു തേങ്ങയൊക്കെ വന്ന് കിടക്കും. അപ്പം അങ്ങനെ അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അങ്ങനെ പല്ലൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം അമ്മ പോകുമ്പോഴത്തേന് ഇതെല്ലാം ഒന്ന് റെഡിയാവും വേണ്ടേ. ധോനി ബേബി എണീച്ചിട്ടില്ല, അവള് എണീച്ച് വരുമ്പോഴേക്കിനൊക്കെ അത് റെഡിയാക്കിയും വേണ്ടേ. ചിലപ്പോൾ അങ്ങനെ എണീക്കുമ്പോൾ തന്നെ നല്ല വാശിയായിരിക്കും കേട്ടോ. ചില സമയത്ത് നല്ല മൂഡിലായിരിക്കും എണീച്ച് വരുന്നത് ഉണ്ടാവും കേട്ടോ. അങ്ങനെ പല്ലി തേക്കലൊക്കെ കഴിഞ്ഞു. ഇനി അത് ആവി കയറിയിട്ടുണ്ട്. ആവി കയറിയത് വെന്തോ നോക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ 2-3 പ്രാവശ്യം ഇളക്കി അടച്ച് വെച്ച് എന്നിട്ട് വേണം വാങ്ങി വെക്കാൻ കേട്ടോ. ചായ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചായ വെച്ചത് ഞാൻ കറണ്ട് അടുപ്പിൽ വെച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം റെഡി ആയിട്ടാണ് പിന്നെ പുട്ടടുപ്പത്ത് വെച്ചതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ 2-3 പ്രാവശ്യം അങ്ങനെ ആവിയൊക്കെ കയറി പുട്ടൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഇനി 8:30-9 മണിയൊക്കെ ആകുമ്പോഴത്തേന് അമ്മ പണിക്ക് പോകുമല്ലോ. അമ്മയ്ക്ക് പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ സുന്ദരി വാവ എണീച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇന്ന് നല്ല മൂഡിലാട്ടോ ആള്. എണീച്ചൊക്കെ വന്നു. അപ്പം അങ്ങനെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ആള് ചായ കുടിക്കാനിരിക്കുകയാണേ. പുട്ടാണെങ്കിൽ ആള് കഴിക്കുകയല്ല കേട്ടോ. നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്താലും കഴിക്കൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഞാനും അമ്മയും ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ധോനി ബേബിക്ക് കൊടുത്തു, ആള് കഴിക്കുന്നില്ല കേട്ടോ. പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നമ്മൾ വാരി കൊടുത്താലും ആള് കഴിക്കുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇനി ഉച്ചയാകുമ്പോഴത്തേന് ഇനി അരി അടുപ്പത്തിടണം. അങ്ങനെ പുട്ടിറക്കിയപ്പോഴത്തേനെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അമ്മ പോകുമ്പോഴത്തേന് അരിയൊക്കെ അടുപ്പത്തിടണം. ഇവളല്ലെങ്കിൽ ഒന്നിനും സമ്മതിക്കില്ല. മഴ കാരണേ വെളിക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴ കേട്ടോ. ആ മഴ കാരണം വെളിക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. ഇവള് തനിച്ചിങ്ങനെ ഇരിക്കുന്നല്ലേ, വീടിനകത്ത് തന്നെ അല്ലേ. അപ്പോൾ ആള് ഭയങ്കര വാശി പിടിക്കലായിരിക്കും. നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ വന്ന് ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ അത് ഇങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ ഇത് വേണോ അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ വാശി പിടിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ അവളെ മേലൊക്കെ കുളിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കുളിപ്പിച്ച് അവളവിടെ നിർത്തി അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തതിന് ശേഷം ഉച്ചയ്ക്കുള്ളത് കറിക്ക് ആക്കുകയാണ് കേട്ടോ. ചോറൊക്കെ അടുപ്പത്തിട്ട് ഇനിയിപ്പോൾ ചോറ് വേകുമ്പോഴത്തേന് ബാക്കിയുള്ളതും കൂടി കറിക്കുള്ളതൊക്കെ അടുപ്പത്ത് കയറ്റുള്ളതൊക്കെ ചട്ടിയിലാക്കി വെച്ച വേഗം അടുപ്പത്ത് വെക്കാമല്ലോ.
അപ്പം അങ്ങനെ ഇന്ന് വെള്ളപ്പയർ കറിയാണ് കേട്ടോ. വെള്ളപ്പയർ കറി ആയതുകൊണ്ടേ ഇനി തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അമ്മ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നീ അമ്മ പോയപ്പോൾ തന്നെ ഞാൻ പിന്നെ ഇതിലുള്ള കറിക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പം അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു വിഷമം. അമ്മയൊക്കെ പോകുന്ന കാണുമ്പോഴേ ഭയങ്കര വിഷമം. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടേ ഭക്ഷണം നേരമില്ല സമയമില്ല. 8:15 ആകുമ്പോഴത്തേന് നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തണം കേട്ടോ. ഞാൻ ജോലിക്കൊക്കെ പോണ സമയത്തേ അപ്പോഴത്തേനും ബസ് പോയിട്ടുണ്ടെങ്കിലും അടുത്ത ബസ്സിൽ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേന് നേരം വഴുകും. അപ്പോൾ അവിടെ എത്തുമ്പോൾ പഞ്ച് ചെയ്യാൻ നേരം വഴുകുക. ചിലപ്പോൾ നമ്മളെ വെളിയിൽ എന്താ റീസൺ എന്ന് പറയണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം കൂടി കഴിക്കാം. ഒരു ഗ്ലാസ് ചായയും പോലും കുടിക്കാൻ ചിലപ്പോൾ രാവിലത്തെ തിരക്കിൽ സമയം ഉണ്ടാവില്ല. ഒരുങ്ങലും പിടിക്കലും ചോറാക്കലും അതുപോലെ ബസ്സിനും ഓടലും. പിന്നെ നമ്മുടെ വഴി എന്ന് പറയണത് ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഇപ്പോഴും മോശമൊക്കെ തന്നെയാണ്. നല്ല റോഡ് ചെളിയും കുണ്ടും ഒക്കെ കാരണം ആ കുളം പോലെ ഇരിക്കുന്ന വഴി കൂടെയൊക്കെ ഒന്ന് നീന്തി കടന്ന് അവിടെ എത്തുമ്പോഴത്തേന് കുറച്ച് പാടാ. അപ്പം അമ്മ അങ്ങനെ പോയി കാണുമ്പോഴേ നേരത്തെയൊക്കെ ഇങ്ങനെ ആ സമയമാകുമ്പോഴത്തേനും ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ആ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓർമ്മ വരിക കേട്ടോ. അപ്പം ഓർക്കുമ്പോൾ ഒരു നല്ല വിഷമം. പിന്നെ അതൊക്കെ ഓർക്കാനും വയ്യ കേട്ടോ. അങ്ങനത്തെ ഒരവസ്ഥ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 മണിയാകുമ്പോഴത്തേന് ബസ് വരുമ്പോഴത്തേന് ബസ്സിൻ്റെ ടൈം ആകുമ്പോഴത്തേന് നമുക്ക് ബസ് സ്റ്റോപ്പിൽ എത്തണമല്ലോ. അപ്പോഴത്തേന് രാവിലെ ഒരു പൊരിച്ചലായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക നമുക്ക് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ചോറൊക്കെ വെന്തു ചോറ് വാർത്ത് വെച്ചു. വെള്ളപ്പയർ കറിയാണ്. അപ്പോൾ വെള്ളപ്പയറും തക്കാളിയൊക്കെ ഒന്നിച്ച് അടുപ്പത്ത് വെച്ചിട്ടാ. അപ്പം ഇനി തേങ്ങയൊക്കെ അരച്ചിട്ട് വരട്ടെ. തേങ്ങയൊക്കെ ചിരവി വെച്ചു അതിനിടയിൽ കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് പിന്നെ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഇനി സ്ഥിരമായിട്ട് വീഡിയോ ഇടണം ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. സ്ഥിരമായിട്ട് വീഡിയോ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹമൊക്കെ ഉണ്ടാകുകൊണ്ട് നമ്മൾ ഡെയിലി ഇപ്പോൾ വീഡിയോ ഇടുന്നുണ്ട്. അതെന്നും നിലനിൽക്കട്ടെ അല്ലെങ്കിൽ എന്നും അതിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ ആയി. നല്ല കുറുകിയ ചാറോട് കൂടിയ വെള്ളപ്പയർ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. പിന്നെ കൂട്ടത്തിൽ ആ ഹൈപ്പും കൂടി ചെയ്യണം കേട്ടോ. അപ്പം അങ്ങനെ ചോറും കറിയും എല്ലാം ആയി. ഇന്നലെ വറുത്ത മീൻ ഉണ്ട് കേട്ടോ. ഉണക്കൽ മീനാണ്. അപ്പം അങ്ങനെ അമ്മ ഉച്ചയ്ക്ക് മണി മാറ്റി വന്നിട്ടുണ്ട്. അപ്പം ടാറ്റാ.